ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ടൊന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെ തേടി ഒരാള് വീട്ടിലെത്തുകയാണ്. അപ്പൊ ഈ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ വീട്ടിലെത്തുന്നത്. മിസ്റ്റർ സുധി എന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുധി, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് കേറി വാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ വേറെ ആർക്കും ഇയാളെ അറിയത്തില്ല, നമ്മുടെ സുധിക്ക് മാത്രമേ ഇയാളെ അറിയത്തുള്ളൂ. അങ്ങനെ ഇയാൾ വന്ന ഉടനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. എന്താ, എന്ത് പറ്റി എന്നെ കാണാൻ വേണ്ടി വന്നത്? അല്ല, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നല്ലോ. ഏത് ടിക്കറ്റ്? അത് മറ്റേ ആൻഡമാനിൽ പോകാനുള്ള ടിക്കറ്റ്. അപ്പോഴത്തേക്ക് രവീന്ദ്രന് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, നിങ്ങൾ ക്യാഷ് നേരിട്ട് അടച്ചാണല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ടിക്കറ്റ് മേടിക്കാൻ നിങ്ങൾ അവിടെ വെച്ച് മറന്നു പോയില്ലേ? അതുമല്ല, 3000 രൂപയും നിങ്ങളുടെ ID പ്രൂഫും ഒക്കെ ഞങ്ങളുടെ കയ്യിലിരിക്കുക, അത് തിരിച്ചു തരാൻ വേണ്ടിയാ വന്നതെന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് കൊടുത്തു. ഇതങ്ങ് കൊടുത്തപ്പോഴത്തേക്കും ആ കവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതേ കവറ് തന്നെ, കവറിന് ഒരു വ്യത്യാസമില്ല. നമ്മുടെ രവീന്ദ്രന് കിട്ടിയ പൈസ ആ കവറിലിട്ടായിരുന്നു, ആ കവർ തന്നെ. പെട്ടെന്ന് ആ കവർ എടുത്തു കൊടുത്തപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. സച്ചിയുടെ കണ്ണിൽ മാത്രമേ അവർ ആ കവർ പെട്ടുള്ളൂ, വേറെ ആരും ആ കവറിലേക്ക് നോക്കുന്നില്ല. എന്നിട്ട് അയാൾ അത് കൊടുത്തിട്ടങ്ങ് പോയി. അയാൾ കൊടുത്തിട്ടങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ സുധി ഉണ്ടല്ലോ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, എടാ സുധി അവിടെ നിൽക്കടാ, ആ കവർ ഇങ്ങ് തടാന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വേണ്ടി അങ്ങോട്ട് തട്ടിപ്പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സുധി കൊടുത്തില്ല. സുധി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പിടിയും വലിയുവാ. എന്ത് ചെയ്ത സുധി ആ കവർ കൊടുക്കില്ല കേട്ടോ. ഒരു വിധത്തിൽ നമ്മുടെ സച്ചി ആ കവർ തട്ടിപ്പറിച്ചു നോക്കിയപ്പോഴത്തേക്കും സച്ചി ഞെട്ടിപ്പോയി കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സുധിയുടെ പേരല്ല അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ കവറിൽ, രവീന്ദ്രൻ, ഡ്രൈവർ രവീന്ദ്രൻ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, അച്ഛൻ ഈ കവർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് ഞെട്ടിപ്പോയി. രവീന്ദ്രൻ പെട്ടെന്ന് ബാക്കിലേക്ക് ഒന്ന് ചിന്തിക്കുകയാണ്. ആ കവറിലാണ് തനിക്ക് പൈസ ഇട്ട് കിട്ടിയതെന്നുള്ള ആ ഒരു ചിന്ത അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രന്റെ മനസ്സിലേക്ക് ഓടി എത്തുന്നത്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, മധുസൂദനൻ ഈ കവറിലല്ലേ അച്ഛന് ക്യാഷ് തന്നത്? അച്ഛൻ ഓർക്കുന്നില്ലേ? 1 ലക്ഷം രൂപ അച്ഛൻ അമ്മയെ ഏൽപ്പിച്ചില്ലേ? ആ കവറായത്. അച്ഛൻ അറിയത്തില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു തരാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദേ ഇവനാ ഈ പൈസ കട്ടെടുത്തോണ്ട് പോയത്. എന്നിട്ട് ഇവൻ മറ്റുള്ളവരുടെ തലമണ്ടയെ കൊണ്ട് വെക്കുകയായിരുന്നു. ദേ പേരും കള്ളം നിൽക്കുന്ന കണ്ടില്ലേ? അവനെ വലിച്ചു കീറി ഞാൻ ഭിത്തിയിൽ നിന്ന് ഒട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നതും ശ്രുതി കയറി ഇങ്ങനെ തടഞ്ഞു കേട്ടോ. ശ്രുതിയൊക്കെ അങ്ങ് വല്ലാണ്ടായിപ്പോയി. കാരണം ശ്രുതി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ശ്രുതി തന്റെ ഭർത്താവിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുമല്ലായിരുന്നോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഇതിൽ പരം ഇനി എന്ത് വേണം? ഇവിടെ എല്ലാവരും കൂടെ എന്താ പറഞ്ഞത്? ശരത്താണ് പൈസ മോഷ്ടിച്ചതെന്നല്ലേ? കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്നേ എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞപ്പോ ആരെങ്കിലും വിശ്വസിച്ചോ? ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? എടാ സുധി, സമ്മതിച്ചിരിക്കുന്നടാ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിനക്കല്ലാതെ ഇതുപോലെ ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. 50ന്റെ കൂടെ ഈ ഒന്നും കൂടെ ചേർത്തിട്ട് 51 ലക്ഷം ഇവൻ തരാനുണ്ട് ഈ സുധി. പഠിച്ച കള്ളം കണ്ടില്ലേ? എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ട് കുറ്റം വെച്ചിട്ട് ഇവൻ രക്ഷപ്പെടാൻ നോക്കുന്നു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞല്ലോ. അല്ല, ഇപ്പൊ പോലീസിനെ വിളിക്കുന്നില്ലേ അമ്മേ? ഇപ്പൊ പോലീസിനെ വിളിക്കട്ടെ, പോലീസിനെ വിളിച്ചിട്ട് കള്ളനെ കൊണ്ടുപോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടോണ്ടെ തന്നെ നമ്മുടെ ദേവും പറഞ്ഞു, അല്ല എന്തു പറ്റി എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നേ? ഇത്രയും നേരം എന്തായിരുന്നു? ഇപ്പൊ ആ നാക്ക് എവിടെ പോയി? താഴെ വീണു പോയോ നാക്ക്? എന്റെ അനിയനാണ് എടുത്തതെന്ന് പറഞ്ഞ് ഇവിടെ പാട്ട് പാടി പ്രസംഗിക്കുകയായിരുന്നല്ലോ. മോഷണ കുടുംബമാണ് ഞങ്ങളുടെ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ആ പേര് ചേരുക ഏത് കുടുംബത്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നും ദേവ് പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്ര നിന്ന് ഉരുകാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് തിരിച്ചൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. എങ്ങനെ പറ്റും? അപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറഞ്ഞു, ഞാൻ ബൈക്ക് മോഷ്ടിച്ചത് സത്യമാ. ആ കാരണത്താലാ എന്റെ അച്ഛൻ മരിച്ചു പോയത്. അന്ന് തീരുമാനിച്ചതാ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന്. അന്ന് ശപഥം എടുത്തതാ ഞാൻ തെറ്റ് ചെയ്യില്ലാന്ന്. ഇന്നേ വരെ ഞാൻ മറ്റുള്ളവരുടേതായിട്ട് ഒന്നും എടുത്തിട്ടില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും എനിക്ക് വേണ്ട. എന്റെ അച്ഛനായിരുന്നു എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, പാവങ്ങളായതുകൊണ്ട് എന്തും പറയാന്നാണോ ചന്ദ്രൻ വിചാരിച്ചത്? ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാ ഞങ്ങളുടെ മക്കളെ വളർത്തിയേക്കുന്നത്. ഒരിക്കലും കക്കാനോ മോഷ്ടിക്കാനോ ഒന്നും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ദിവസവും നിന്ന് പൂക്കൾ വിറ്റ് ജോലിയൊക്കെ ചെയ്യും. അതിന്റെ അസുഖങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ആ വേദനയൊക്കെ സഹിക്കുമ്പോഴും
ആരുടെയും മുന്നിൽ കൈ നീട്ടിയിട്ടില്ല ഇന്നേക്ക് ഇതുവരെ, ഞാനും എന്റെ ഭർത്താവും. എന്നിട്ട് വേണ്ട ഞങ്ങളൊന്നും മോഷ്ടിക്കാന്, ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല ചന്ദ്രേ എന്നിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടത് നമ്മുടെ രവീന്ദ്രനും അങ്ങ് വല്ലാണ്ടായി പോയിട്ടോ. കാരണം രവീന്ദ്രൻ മരവാഴ, അല്ലാതെ പിന്നെ വേറെ എന്താ, രവീന്ദ്രന് വേറൊരു ലേബലും കൊടുക്കണ്ട, മരവാഴ എന്ന് കൊടുത്താൽ മതി. മരവാഴ എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ കമന്റ്സിൽ, അത് തന്നെ ഏറ്റവും യോജ്യമായ പേര്, മരവാഴ. എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു, എന്റെ മോളെ ഞാൻ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടു, നിങ്ങളുടെ കുടുംബത്തിന്റെ അത്രയും സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരിക്കാം എന്ന് കരുതി എന്തും വിളിച്ചു പറയാന്ന് ഇങ്ങനെ കരുതരുത്. ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് എത്രമാത്രം വേദനിച്ചിട്ടാണെന്ന് അറിയാമോ? നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് മടങ്ങി മിണ്ടാതെ പോകുന്നാണോ പ്രതീക്ഷിച്ചത്? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഒരിക്കലുമില്ല. ഞങ്ങളൊക്കെ അങ്ങനെ മിണ്ടാതെ മടങ്ങി പോകേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നോക്ക്, അപ്പൊ അറിയാം നിങ്ങളുടെ മൂത്ത മകന്റെ വിലയും ഞങ്ങളുടെ വിലയും. ഈ സമൂഹത്തില്, ഈ നാട്ടില് എന്തെങ്കിലും വേദ ഈ നിൽക്കുന്ന ശ്രുതിക്കുണ്ടോ? അച്ഛന്റെ പണം പറ്റിച്ചിട്ട് ഓടിപ്പോയ ഒരു ഫ്രോഡാണ് നാട്ടുകാർക്ക് നിങ്ങളുടെ മകന്. അങ്ങനെ തന്നെയാ എല്ലാവരും പറയുന്നത്. എന്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മാത്രം ഇത് കേൾക്കുന്നില്ലല്ലേ? ഇപ്പത്തെ നിങ്ങളുടെ പക്കലുള്ള തന്നെ പൈസയും മോഷ്ടിച്ചേക്കുക, സ്വന്തം വീട്ടിലെ പൈസ മോഷ്ടിച്ചേക്കുന്നു. എന്ത് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറ്റി മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, ചന്ദ്രേ എന്ത് പറ്റി ചന്ദ്രൻ നീ മിണ്ടാതെ നിൽക്കുന്നത്? ഇത്രയും നേരം നീ ഇവിടെ നിന്ന് അട്ടഹസിക്കല്ലായിരുന്നോ? ഇവര് പറയുന്നതെല്ലാം നീ കേൾക്കണം. കാരണം അത്രമാത്രം നീ ഈ വന്ന് കയറി നിൽക്കുന്നവരെ വിഷമിപ്പിച്ചിട്ടാ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേറെ ഒന്നും എനിക്ക് പറയാനില്ല ചന്ദ്രേ, നീ തന്നെ അനുഭവിക്കണം. അപ്പൊ രേവതി പറഞ്ഞു, വിളിച്ചു വരുത്തി എന്റെ വീട്ടുകാരെ അപമാനിച്ചില്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? നിങ്ങളുടെ നാക്കെന്താ ഞാൻ ചോദിച്ച പോലെ താഴെ വീണു പോയോ? ഇവര് ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കമ്മേ. അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മേ? അമ്മയുടെ ആ ഒരു സാമർത്ഥ്യമൊക്കെ എവിടെ പോയി? എന്ത് പറയാനാ രേവതി? മോഷ്ടിച്ചത് ഇവരുടെ പുന്നാര മകനായി പോയില്ലേ? പിന്നെ എന്തെങ്കിലും പറയുവോ? ഒന്നും പറയില്ല. കമാന്നൊരു അക്ഷരം ഇണ്ടില്ല. പോലീസിനെ വിളിക്കില്ല, നാട്ടുകാരെ വിളിക്കില്ല. ഇല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ ചെയ്തേനെ. എടാ സുതിക്കള, നീ കാശെടുത്തു, അതിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായില്ലേ? അത് നീ നന്നായിട്ട് നിന്ന് ആസ്വദിക്കുകയായിരുന്നല്ലേ? അല്ല പൗഡർ എടുത്തി. അപ്പം മോഷ്ടിച്ച കാശും കൊണ്ടാണല്ലേ ഹണിമൂണിന് പോകാൻ വേണ്ടി അങ്ങോട്ട് തീരുമാനിച്ചത്? കൊള്ളാലോ പൗഡർ എടുത്തി എന്റെ ഏട്ടനും. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി നീ എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത്? നീ ഈ ക്യാഷ് എടുത്തിരുന്നോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ശ്രുതി എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടി നിൽക്കുക. അത് പിന്നെ ശ്രുതി ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ടും ഞാൻ ആ പൈസ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര ഇങ്ങനെ ശ്രുതിനെ സൂക്ഷിച്ചു നോക്കാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് അറിയാലോ ശ്രുതി തന്നെയാ ഈ കാശ് എടുത്തതെന്ന്. കാരണം ആ കവർ ചന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരൊറ്റ അടി കൊടുത്തോണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് കയറി വന്നു. ഒരൊറ്റ അടി കൊടുത്തു കേട്ടോ. അടി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കയറി തടഞ്ഞിട്ട്, അച്ഛാ വേണ്ട അച്ഛാ, അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ശ്രുതി പറഞ്ഞു, വേണ്ട അച്ഛാ, എന്നെ തല്ലരുത് അച്ഛാ, എന്നെ തല്ലരുത്. എടാ ക്യാഷ് എങ്ങനെയാടാ നിന്റെ കയ്യിൽ വന്നത്? അത് പറയടാ, ക്യാഷ് എങ്ങനെയാ വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട്, അയ്യോ എന്താ പറ്റിയത് എനിക്ക്? എല്ലാ പ്രശ്നങ്ങളും എന്റെ തലയിൽ കയറിയിട്ട് എല്ലാം ഞാൻ മറക്കുകയാണല്ലോ. എനിക്കിപ്പോ എന്താ പറ്റിയത്? എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ലായിരുന്നു. ഞാനിത് ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഞാൻ എന്താ ഇങ്ങനെ മറന്നു പോയത്? ഞാൻ ഇങ്ങനെ ഒന്നും മറക്കുന്നല്ലായിരുന്നല്ലോ. കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അഭിനയം. എന്നിട്ട് പറഞ്ഞു, അതെ രവിയേട്ടാ, ഞാൻ തന്നെയാ ടിക്കറ്റ് എടുക്കാൻ ഇവന്റെ കയ്യിൽ പൈസ കൊടുത്തത്. അതെ, ഞാന് അങ്ങ് മറന്നുപോയി. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ മറന്നു പോയതെന്ന്. 100 കൂട്ടം കാര്യങ്ങൾ തലയിൽ കൂടി ഓടുകയല്ലേ, പിന്നെ എങ്ങനെ മറന്നു പോകാതിരിക്കും? എന്റെ ഒരു സൈഡില് തലവേദന വരുമ്പോ എപ്പോഴും ഇങ്ങനെ തന്നെയാ, എല്ലാം ഞാൻ മറന്നു പോകും. ഇതേ എന്റെ തെറ്റ് തന്നെയാ. ഞാനാ 1 ലക്ഷം രൂപ ഇവര് കൊടുത്തത്, അത് ഞാനങ്ങ് മറന്നു പോയി രവിയേട്ടാ, മറന്നുപോയി. ഇനി എന്താ ചെയ്യുക? ഞാന് അറിയാതെ രേവതിയുടെ അനിയന്റെ തലയെ കൊണ്ട് കുറ്റവും വെച്ചു. ഇവ കാശ് മോഷ്ടിച്ചതൊന്നുമല്ല, ഞാൻ കൊടുത്തത് എന്റെ മോന് പൈസ, അല്ലാതെ എന്റെ മോൻ മോഷ്ടാവൊന്നുമല്ല. ഇനി രവിയേട്ടൻ അവനെ തല്ലരുത്, ഞാനാ പൈസ കൊടുത്തത് അവന്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി, ആണോ ശ്രുതിക്ക് പൈസ തന്നത് അമ്മയാണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നിട്ട്, എന്താ അഭിനയം. ഈ അഭിനയത്തിന് ഒരു അവാർഡ് കൊടുക്കണം. അഭിനയമൊന്നും അല്ലാടാ സച്ചി, ഞാനാ പൈസ കൊടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, സത്യമാണോ ചന്ദ്ര, നീയാണോ കൊടുത്തത്? അതെ രവിയേട്ടാ, ഞാനാ കൊടുത്തത് രവിയേട്ടാ. ഇവന്റെ ശമ്പളം കിട്ടാൻ വൈകും, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനാ പൈസ കൊടുത്തത്. ഏടാ സുധി, നിനക്ക് പറയായിരുന്നല്ലോ ഞാൻ തന്നതാണെന്ന്. അത് പിന്നെ അമ്മ എനിക്ക്
ഈ ക്യാഷ് തന്നെന്ന് ഞാൻ ഓർത്തില്ല, വേറെ ക്യാഷാന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ഓഹ് എന്റെ ഈശ്വര, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയത്. ഞാൻ വെറുതെ രേവതിയുടെ അനിയനെ സംശയിച്ചു. ആ, നീ ചെയ്ത് ശരിയല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ ചന്ദ്ര? പാവത്തിനെ കള്ളാന്ന് നീ വിളിച്ചില്ലേ? ഷോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ അവരോട് അങ്ങനെ പെരുമാറരുതായിരുന്നു. ആ, എന്നാ പിന്നെ തെറ്റുപറ്റി നിനക്ക് ബോധ്യമായില്ലേ? എങ്കിൽ പിന്നെ അവരോട് നീ ക്ഷമ ചോദിക്കുക. അവരോട് നീ ക്ഷമ ചോദിച്ചിട്ട് അവരിവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതി. നീ ക്ഷമ ചോദിക്കുക. നിനക്ക് തെറ്റുപറ്റിയെന്ന് നീ പറയുന്നുണ്ടല്ലോ, അവരോട് ക്ഷമ ചോദിക്കുന്നതിന് എന്താ ഇത്ര കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ക്ഷമ ചോദിക്കാനും പറ്റത്തില്ല, ചോദിക്കുകയും വേണം, അല്ലെങ്കിൽ അവിടെ നാണം കെടുകയും ചെയ്യും. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രൻ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മാപ്പ് ചോദിക്കുക. അതെ അതെ, രവിയേട്ടൻ പറഞ്ഞത് എത്രയോ ശരിയാ. ഞാൻ ക്ഷമ ചോദിച്ചാ പോരെ? ഞാൻ തെറ്റ് ചെയ്തല്ലോ, അപ്പൊ പിന്നെ ഞാൻ ക്ഷമ ചോദിക്കാം, കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ശരി, നീ മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പതിയെ നമ്മുടെ ശരത്തിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ് കേട്ടോ ചന്ദ്ര. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. എനിക്ക് വലിയൊരു തെറ്റാ പറ്റിയത്. ഒരിക്കലും ഞാൻ ശരത്തിനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മോനെ ശരത്തെ, എന്നോട് ക്ഷമിക്ക് ശരത്തെ. പറഞ്ഞല്ലോ, ഒരു വലിയ തെറ്റുപറ്റി. എനിക്ക് ഇടയ്ക്കിടെ ഇപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോകാറുണ്ട്. എന്തോ ചെറിയ ഓർമ്മക്കുറവൊക്കെയാ, പ്രായമായിട്ട് വരികയല്ലേ, അതായിരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂലേ? മോനെ ശരത്തെ, നീ എന്നോട് ക്ഷമിച്ചേക്കടാ. ഞാനൊരു അബദ്ധം പറ്റി പറഞ്ഞു പോയതാടാ. അറിയാതെ പറഞ്ഞു പോയതാ. നിന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്നെ കണ്ടാ മതി. എന്നിട്ട് എന്നോട് ക്ഷമിക്ക് മോളെ രേവതി. എന്നോട് നീ ഒന്ന് ക്ഷമിക്ക് രേവതി. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒരു കൈയൊക്കെ കൊട്ടിയിട്ട, എന്താ അഭിനയം! ഓ എന്റെ രേവതി, അന്ന് ഞാൻ അഭിനയിക്കാൻ പോയപ്പോ ഈ നിൽക്കുന്ന സ്ത്രീയെ അഭിനയിക്കാൻ വിട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പൊക്കൂടെ? നല്ല ക്യാഷും കിട്ടിയേനെ, കുറെ അവാർഡും കിട്ടിയേനെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വിട്ടേക്ക് സച്ചി, അവള് ക്ഷമ ചോദിച്ചില്ലേ, അവള് ചിലപ്പോ മറന്നുപോയത് തന്നെയായിരിക്കുന്നത്. അയ്യോ മരവാഴാന്നല്ലാതെ എന്താ തന്തേനെ പറയണത്? തന്തക്കിട്ട് ഒറ്റ ഒരെണ്ണം ആദ്യം കൊടുക്കണം. ചന്ദ്രനെ അല്ല നേരെയാക്കേണ്ടത്, ആദ്യം ആ മരവാഴയായ രവീന്ദ്രനെ നേരെയാക്കണം അല്ലേ? ഇതുപോലെ എന്താ പറയാ, ആണുങ്ങൾക്ക് തരം താഴ്ന്ന ഒരിത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കുറച്ചൊക്കെ കഴിവ് വേണ്ടേ? രവീന്ദ്രൻ അങ്ങോട്ട് മപ്പനായി പോയി കേട്ടോ. എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ രേവതിയുടെ കുടുംബത്തിനോടും പറഞ്ഞു, ക്ഷമിക്ക്, ഞാനും മാപ്പ് ചോദിക്കുക, ഇവക്കൊരു തെറ്റു പറ്റിയതല്ലേ, ക്ഷമിക്ക്. ഏതായാലും നിങ്ങൾ ഇപ്പൊ പോകണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. ഇനി അവർ ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കുവോ? എന്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ ചന്ദ്രയോടല്ല നമുക്കിപ്പോൾ ദേഷ്യം വരുന്നത്, മരവാഴയായ രവീന്ദ്രനോടാണ് ദേഷ്യം വരുന്നത്. ഏതായാലും ലക്ഷ്മി പറഞ്ഞു, വേണ്ട, ഞങ്ങൾ പോകുക, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങൾ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, മോനെ ശരത്തെ, നീ ഇവര് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. നീ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരാതൊന്നും ഇരിക്കല്ല. ഇത് നമ്മുടെ വീട്. അങ്ങനെ നീ കരുതിയാൽ മതി. നിന്റെ ചേച്ചിനെ കാണുന്ന നിനക്ക് ഏത് സമയം ഇങ്ങോട്ടേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം, ഇനി പ്രത്യേകിച്ച് കടന്നു വരാം. അതുകൊണ്ട് മോൻ ഇത് മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ, ഇതൊക്കെ അങ്ങ് മറന്നേരെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി രേവതിയോട് പറഞ്ഞു, മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോവുക. രവിയേട്ട, സച്ചി, ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ശരത്തും ദേവും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പണമില്ലാതെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും കേട്ടോ. എന്തിനാ പണം? ഒരാൾക്ക് ഇത്ര പണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലൊരു മാനസികാവസ്ഥയാണ്. കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴല്ലേ അറിയത്തുള്ളൂ. പണമില്ലാത്തവരെ തരം താഴ്ത്തുക എന്നൊക്കെ പറയുമ്പോൾ അവരെ എല്ലാ കുറ്റവും അടിച്ച് അവരുടെ തലയിൽ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരും മനുഷ്യരല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതായാലും കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഏതായാലും ഇതിന് ശേഷം നമ്മുടെ രേവതി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയാണ്. ഭയങ്കര കരച്ചില്. രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ വീട്ടുകാർ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര കരച്ചിലാണ് രേവതി. അപ്പൊ സച്ചി നമ്മുടെ രേവതിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി റൂമിലേക്ക് പോയി, രവീന്ദ്രൻ റൂമിലേക്ക് പോയി. ചന്ദ്ര ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക. അപ്പോഴത്തേക്കും സച്ചി വന്നിട്ട് തന്ത്രപൂർവ്വം ഇവനെ രക്ഷപ്പെടുത്തിയല്ലേ? മനസ്സിലായി എനിക്ക്. എടാ സോഡക്കുപ്പി, എടാ തൽക്കാലം നീ രക്ഷപ്പെട്ടു, നിന്നെ ഞാൻ പിടിച്ചോളാം, ഞാൻ നിന്നെ പിടിക്കും, അത് നിനക്കറിയാലോടാ. ഇന്ന നിന്റെ 3000 രൂപ നീ കൊണ്ട് പുഴുങ്ങി തിന്നാൻ പറഞ്ഞിട്ട് ആ പൈസ കൊണ്ടുപോയി നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. ശ്രുതിയും അങ്ങ് റൂമിലേക്ക് കയറി പോയിട്ടോ. പിന്നെ അവിടെ ഉള്ളത് ചന്ദ്രയും ശ്രുതിയും മാത്രമാ. ചന്ദ്രയ്ക്ക് കാലി വരും ആ ശ്രുതിനെ കണ്ടിട്ട്. കാരണം ചന്ദ്ര ഒരിക്കലും പൈസ കൊടുത്തിട്ടില്ലെന്ന് ചന്ദ്രയ്ക്ക് അറിയാം. രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണല്ലോ അപ്പം നമ്മുടെ ചന്ദ്ര അങ്ങനെ ഒരു സത്യമല്ല അങ്ങനെ ഒരു വലിയ നുണ പറഞ്ഞത്. ഏതായാലും ശ്രുതി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിനെ ഇങ്ങനെ നോക്കിയിട്ട്, എടാ നീ മുറിയിലേക്ക് വരാൻ പറഞ്ഞു.
അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കുക. ചന്ദ്ര അങ്ങ് പോയി. ചന്ദ്ര കൊടുക്കലേ സുധിക്കിട്ട്. കാരണം നമ്മുടെ സുധി കട്ടെടുത്തതാന്ന് ചന്ദ്രയ്ക്ക് അറിയാം. ചന്ദ്ര കൊടുത്തതും അല്ലെന്ന് ചന്ദ്രയ്ക്ക് അറിയാം. ഏതായാലും നമ്മുടെ ചന്ദ്ര റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും സുധിയും റൂമിലേക്ക് അങ്ങ് ചെല്ലുക. റൂമിലേക്ക് ചെന്നതും എടാ വാതിൽ അടയ്ക്കാൻ പറഞ്ഞു. വാതിൽ അടച്ചതും സൂതിയുടെ തലങ്ങനും വേലങ്ങനും സൂതിക്കിട്ട് അടി കൊടുക്കോടാ. എന്തിനാടാ നീ ഇത് ചെയ്തത്? എന്തിനാടാ എന്നോട് നീ ഇത് ചെയ്തത്? എന്തിനാടാ? ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളടാന്ന് പറഞ്ഞുകൊണ്ട് നിർത്താതെ ഒരു 2-3 മിനിറ്റ് കാണിക്കുന്ന തെരുതരായിട്ട് അടിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് സുധി പറയുന്നുണ്ട്, ഞാൻ പറയട്ടെ അമ്മ, അടിക്കരുതേ അമ്മേ, ഞാൻ ഒന്ന് പറയുന്ന കേക്കമ്മേ. എടാ വൃത്തികെട്ടവനെ, നിന്നെ ഈ വയറ്റിൽ കൊണ്ടു നടന്നില്ലേടാ ഞാൻ, നിന്നെ സ്നേഹിച്ചില്ലേടാ ഞാൻ, ഇവിടെ ഉള്ള ആരെക്കാളും കൂടുതൽ നിന്നെ അല്ലേടാ ഞാൻ സ്നേഹിച്ചത്. എന്നിട്ട് നീ എന്തിനാടാ എന്നോട് ഈ ചതി ചെയ്തത്? അത് പിന്നെ സോറി അമ്മ, എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നമ്മ, അതുകൊണ്ടമ്മ ഞാൻ ഈ പൈസ എടുത്തത്. അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഹണിമൂണിന് പോകാന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സുധി പറഞ്ഞു. എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ജോലിയില്ല എന്നൊക്കെ ഞാൻ പറയണമായിരുന്നോ? എന്നിട്ട് ഞാൻ നാണം കെട്ട് ഞാൻ വർക്ക് ചെയ്ത ഓഫീസിൽ പോയി ഞാൻ ശമ്പളം ചോദിച്ചിട്ട് അവർ തന്നില്ല. അവരെന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടു. പിന്നെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കാശില്ലെന്ന് ശ്രുതിയോട് എങ്ങനെ പറയും? അതിന് വേറൊരു മാർക്കവും തോന്നിയില്ല എനിക്ക്. അവക്ക് എന്നോടുള്ള എല്ലാം മതിപ്പ് പോവൂലേ? അതാ അമ്മേ ഞാൻ ആ ക്യാഷ് എടുത്തത്. അമ്മേ സോറി അമ്മേ. എടാ എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോടാ. നീ എന്തിനാടാ മോഷ്ടിച്ചത്? അമ്മേ എനിക്ക് അപ്പം എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല അമ്മേ, അതുകൊണ്ടാ. എടാ ഇപ്പൊ നോക്കടാ, നമ്മളെക്കാളും എത്രയോ താഴെയുള്ള ദരിദ്രാസികളുടെ മുന്നില് ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേടാ, അവരോട് മാപ്പി യാചിക്കേണ്ടി വന്നില്ലേടാ. എടാ ഞാനിനി എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഞാനുണ്ടല്ലോ അവരുടെ മുന്നില് എന്റെ മാനം കളഞ്ഞാ നിന്നത്. എന്റെ അമ്മേ, ഞാനൊന്ന് പറയുന്ന കേക്ക്. ക്യാഷ് എടുത്ത കാര്യം ഞാൻ അമ്മയോട് പറയാനിരുന്നതാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവര് വന്നത്. എടാ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കാശ് മോഷ്ടിക്കുക, അതും എന്റെ ക്യാഷ്. നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? അമ്മേ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കമ്മേ. സോറി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അമ്മേ. അതാ പറ്റിപ്പോയത്. എടാ ഞാൻ കള്ളം പറഞ്ഞ് അഭിനയിച്ച് നിന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ സച്ചിൻ നിന്റെ വാരിയിലൊടിച്ചേനെ. അതുമല്ല, നീ ഒന്ന് ഓർത്തു നോക്കി, ഞാനപ്പം നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ശ്രുതിയുടെ മുമ്പില് നീ കള്ളനാവില്ലായിരുന്നോ? നിന്റെ മാന്യതയും മര്യാദയും ഒക്കെ പോവില്ലായിരുന്നോ? ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളുടെ പാട്ടിന് പോയേനെ. അമ്മേ എനിക്കൊരു തെറ്റുപറ്റി പോയി അമ്മേ. അതിന് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കാം. ഇനി ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല. ഞാനിനി ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര സുധീനെ അങ്ങോട്ട് കൊഞ്ചിക്കാൻ തുടങ്ങി. മോനെ സുധി എന്നൊക്കെ പിടിച്ചിങ്ങനെ താടി പിടിച്ചിട്ട്, മോനെ എന്റെ എല്ലാം നീയ, പ്രതീക്ഷയും സ്വപ്നവും എല്ലാം നീയ. അമ്മേനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ല മോനെ, അമ്മയ്ക്ക് താങ്ങൂല. മറ്റുള്ളവരുടെ മുമ്പില് അമ്മേനെ ഇങ്ങനെ തലകുനിച്ച് മോൻ നിർത്തരുതേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിന്റെ പുറകെ ആയിട്ട് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ, അതുപോലെ തന്നെ നമ്മുടെ ആദർശിന്റെയും നയനിയുടെയൊക്കെ കഥ വരുന്നുണ്ടേ. അപ്പൊ മറക്കാതെ കാണണേ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.